പേര് അമാൻ ഷാനവാസ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരാഴ്ചത്തെ വെക്കേഷൻ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് പോയതാണ്. അപ്പോൾ സ്ഥലങ്ങളുടെ പേര് അബഹ, അൽബാഹ, അതുപോലെ തണുത്ത വെള്ളച്ചാട്ടം ഉള്ള വാദി ലജം, ഇതുപോലത്തെ സ്ഥലങ്ങൾ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ. അബഹയ്ക്ക് പോകാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന് വാദി ദവാസർ, രണ്ട് ബിഷ. ഞങ്ങൾ ബിഷ വഴിയാണ് പോയത്. വാദി ദവാസറിൽ കൂടെ പോകുമ്പോൾ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കുറവായിരിക്കും. ബിഷ വഴി പോകുമ്പോൾ ഒഴിഞ്ഞ സ്ഥലം കൂടുതലായിരിക്കും. പെട്രോൾ സ്റ്റേഷനുകൾ കുറേ ദൂരെയായിരിക്കും പോകുന്ന വഴി. പിന്നെ ഇരുട്ടിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ രാത്രി പോകുമ്പോൾ രണ്ടോ ഒന്നിനധികം ഉള്ള വണ്ടി ഉണ്ടെങ്കിൽ സേഫാണ് രാത്രി പോകുമ്പോൾ. അല്ലെങ്കിൽ ഒരു വണ്ടിയായിട്ട് പോവുകയാണെങ്കിൽ രാത്രി അപകടം കൂടുതലായിരിക്കും. പിന്നെ ക്യാമൽ ക്രോസിംഗ് ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ക്യാമൽസ്, ഷീപ്സിനൊക്കെ കണ്ട് സൈഡാക്കി ഇത്തിരി സമയം സ്പെൻഡ് ചെയ്തു അവിടെ. ഇവിടുന്ന് ഒരു വ്യാഴാഴ്ച ഉച്ച സമയം അത്തിക്കങ്ങളിലെ ഫാമിലിയും എൻ്റെ ഫാമിലിയായിട്ട് രണ്ട് വണ്ടിക്ക് ഞങ്ങൾ പോയി. പോകുന്ന വഴി സൺസെറ്റ് കണ്ടു. പിന്നെ ബിഷയിൽ സൗദി അറേബ്യയിലത്തെ ബിഗ്ഗസ്റ്റ് ഡാമായ കിങ് ഫഹദ് ഡാം ഉണ്ട് അവിടെ. പിന്നെ വെള്ള മൗണ്ടെയിൻ എന്നറിയപ്പെടുന്ന മൗണ്ടെയിൻ. ബിഷേന് 20 മിനിറ്റാണ് വൈറ്റ് മൗണ്ടെയിനിലേക്കുള്ള സമയം. റിയാദിൽ നിന്ന് ബിഷയിലേക്കുള്ള സമയം 7 മണിക്കൂറാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നിർത്തി പോവുകയാണെങ്കിൽ ആ ഇത്തിരി കൂടി സമയം എടുക്കും. ഞങ്ങൾ ഇവിടുന്ന് വൈകുന്നേരം 3:30 ഇറങ്ങി ബിഷയിലെത്തിയത് രാത്രി 12:30 ബിഷയിൽ രാത്രി സ്റ്റേ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്.